ഇതൊക്കെ കണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പഠിക്കണ്ടേ എന്ന് തന്നെ പറയാം. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ കളി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. എല്ലാവരും കണ്ടില്ലെങ്കിൽ പോലും ഞാൻ പറയാം, അത് ഇന്നത്തെ മാച്ച് ഒഡീഷ വിജയിക്കാൻ കാരണമെന്ന് പറയുന്നത് രാഹുൽ KPയും ഡോർലിറ്റനുമാണ്. എന്തായാലും നിങ്ങൾ നോക്കുക, രാഹുൽ KP ഡോർലിറ്റൻ ഇവർ രണ്ടുപേരെയും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒഡീഷ FC കൊണ്ടുവന്ന താരങ്ങളാണ്. പ്രത്യേകിച്ച് ഹൈപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, അല്ലാതെ വന്ന രണ്ട് താരങ്ങളാണ്. രാഹുൽ KPയുടെ കാര്യത്തിൽ കുറച്ച് ഹൈപ്പ് ഉണ്ടായിരുന്നു. ഡോർലിറ്റൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കരിയർ ഒരു ഡൗൺഫാൾ ആയിരുന്നു. എനിക്കൊന്ന് സൂപ്പർ ലീഗ് കേരള കളിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒക്കെ വലിയ ചെയ്ത് ഇടിഞ്ഞു. അവിടെ ടോപ്പ് സ്കോറർ ആയാൽ പോലും സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റ്സ് ഒക്കെ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് അല്ലല്ലോ, ഒരു സ്റ്റേറ്റ് ലീഗാണ്. അത് കളിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റാറ്റ് തന്നെ ഡൗൺ ആവും. അതുകൊണ്ടാണ് പലരും കളിക്കാൻ വരാത്തത്. സോ എന്തായാലും പിന്നെ പൈസ കിട്ടും, അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. സോ അങ്ങനെ കളിക്കാൻ വന്നു, അതിൻ്റെ സ്റ്റാർട്ട് ഇടിഞ്ഞു. എന്നിട്ട് പോലും അദ്ദേഹത്തിനെ ഒഡീഷ വിളിച്ചെടുക്കുകയാണ്. വസുന്ധര കിങ്സിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് മികവ് കണ്ടിട്ട് പെട്ടെന്ന് ആ ഒരു റോയ് കൃഷ്ണയ്ക്ക് ഇഞ്ചുറി പറ്റിയപ്പോൾ തന്നെ സോ വന്നപ്പോൾ ഉണ്ടായി അദ്ദേഹം കൊണ്ടുവന്നൊരു മാറ്റം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇന്നത്തെ മാച്ച് അവർ പരാജയപ്പെടേണ്ട മാച്ചായിരുന്നു. അതാണ് അദ്ദേഹം സമനിലയാക്കി കൊടുത്തത്, അദ്ദേഹവും രാഹുൽ KPയും കൂടെ. സോ എന്തുകൊണ്ടാണ് പെട്ടെന്നുള്ള മാറ്റങ്ങൾ, എമർജൻസി എന്താ പറയുക, ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും, ജോണി കൗക്കയെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കൊണ്ടുവന്നു. അവരുടെ മിഡ്ഫീൽഡ് കുറച്ച് ഡൗൺ ആയപ്പോൾ, അതായത് ഒരു ഫോറിൻ പ്ലെയറിനെ എടുത്തിട്ട് ഉടനെ മാറ്റിയിട്ടാണ് ജോണി കൗക്കയെ കൊണ്ടുവരുന്നത് ഉടനെ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഞാൻ എപ്പോഴും പറയുന്നത് ഗ്രിഫ്റ്റൻസ് ഇവർക്ക് ഇഞ്ചുറി സംഭവിച്ചപ്പോൾ അവർ കൊണ്ടുവന്ന താരങ്ങൾ മുംബൈ സിറ്റി FC. അതുപോലെ തന്നെ പകരക്കാരനായിട്ട് വന്നതിന് ഐക്കറിനും ഇഞ്ചുറി സംഭവിച്ചു. അതിന് പകരക്കാരനായിട്ട് ഒരു കളിക്കാരനെ കൊണ്ടുവന്നു. ആ ഒരു പകരക്കാരനാണ് ഫൈനലി മുംബൈ സിറ്റി FCയെ ആ ഒരു ട്രോഫി വിജയിപ്പിക്കുന്നത്. സോ അതാണ് ഞാൻ പറയുന്നത്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എമർജൻസി ട്രാൻസ്ഫേഴ്സ് എന്നൊക്കെ പറയുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ എമർജൻസി ട്രാൻസ്ഫർ നടക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു സെൻട്രൽ ബാക്ക് ഫോർ മീ ഒരു നല്ല അടിപൊളി ഒരു സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരണമായിരുന്നു. ഫോറിൻ സെൻട്രൽ ബാക്ക്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു അടിപൊളി സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരണമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് എമർജൻസി ആയിട്ട്. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് അഭിഷേകൻ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ എത്രയും പൈസ കൊടുത്ത് എടുക്കാൻ പറ്റുമോ അത്രയും ഇത്തിരി എടുക്കണമായിരുന്നു. ഒന്നും ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്നില്ല. എമർജൻസി ട്രാൻസ്ഫർ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നില്ല, എന്താണെന്നറിയില്ല. എന്തായാലും ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. വളരെ മോശമെന്ന് വെച്ചാൽ വളരെ മോശം. ഇന്നത്തെ കളി തന്നെ കാണുക, പകരക്കാരായിട്ട് വന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വന്ന അവരാണ് കളി വിജയിപ്പിക്കുന്നത് എന്ന് തന്നെയാണ്. സോ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടിച്ചില്ലെങ്കിൽ അടുത്തിൽ കാണുന്നത്.